അയ്യോ സൈക്കിൾ സ്റ്റോറീസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാണ്. ഞാൻ പറയാതെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ യാത്രകൾ വളരെ കുറവായിരുന്നു, വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നില്ല. ഇപ്പോ കൊറോണ ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിക്കുന്നതല്ലാതെ കൊറോണ മാറുന്നില്ല. അപ്പൊ ഇനി നമുക്ക് കൊറോണയുടെ ഒപ്പം ജീവിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. സത്യത്തില് ഇന്നത്തെ യാത്ര വലിയ ദൂരത്തേക്കല്ല, ഒരു 10-40 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഇന്ന് റൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഇന്നൊരു ക്യാമ്പിംഗ് സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. പോളിഗൺ പ്രീമിയർ 5 ആണ് നമ്മൾ ഈ ട്രിപ്പിന് ഉപയോഗിക്കുന്നത്. ഇതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. MTB ടയറിൽ നിന്ന് നമ്മൾ സ്ലീക്ക് ടയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സൈക്കിളിൽ നമ്മൾ ഒരു കേരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് പോസ്റ്റുമ്പോൾ മൗണ്ട് ചെയ്യുന്ന മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് കാര്യമായിട്ടുള്ള ലഗേജുകളൊന്നുമില്ല. ഇനി നമ്മുടെ ക്യാമ്പിംഗ് സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്രയാണ് ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും നമ്മുടെ ബാഗിലുണ്ട്. ഒപ്പം നമ്മുടെ ഒരു ടെന്റ് ഉണ്ട്, ഒരു സ്ലീപ്പിംഗ് മാറ്റ് ഉണ്ട്, ഒപ്പം ഒരു പീസ് ടാർപ്പാളി നമ്മൾ കയ്യിൽ വെക്കുന്നുണ്ട്, ടെന്റിന്റെ അടിയിൽ വിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളത് നമ്മളുടെ ഹെൽമറ്റ്, ഗ്ലൗസ്. ഹെൽമറ്റും ഗ്ലൗസും ഞാൻ എല്ലാ റൈഡിലും കരുതാറുണ്ട്. സേഫ്റ്റി നമ്മുടെയാണ്. അപ്പോ പതിവ് പോലെ നമ്മൾ ഇന്നും ഹരിയേട്ടന്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനുണ്ട്, ഹരിയേട്ടനുണ്ട്, പിന്നെ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഹരിയേട്ടന്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്, നമ്മളും സെറ്റാണ്. അപ്പൊ അധികം വൈകാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലെത്തി. വെള്ളിനേഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്യാമ്പ് സൈറ്റ് ഉള്ളത്. അതിൻ്റെ അടുത്തുള്ള കുന്തിപ്പുഴയുടെ തീരത്താണ് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുന്തിപ്പുഴയുടെ തീരും മറ്റു കാര്യങ്ങളും നമുക്ക് നാളെ കാണാം. ഇപ്പോൾ ഇവിടെ ഫുഡിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ കൊള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ ചൂടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെറുതായിട്ട് കുറച്ച് തീ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പ്രാവശ്യം വെന്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ തീയിൽ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പരിപാടി നമ്മൾ ക്യാമ്പിംഗ് സൈറ്റ് സെറ്റ് ചെയ്യലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ടാർപ്പായൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടെന്റ് പിച്ച് ചെയ്യാനുള്ള പരിപാടി നോക്കാണ്.
അപ്പോൾ നമ്മൾ ടെൻറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ടെൻറ്റുകളുടെ കൂട്ടത്തിൽ നമ്മുടെ ടെൻറ്റാണ് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ടെൻ്റൊന്ന് നമുക്ക് തുറന്ന് കണ്ടുകളയാം. ടെൻറ്റിന് 2 ഡോറുകളാണ് വരുന്നത്. ഫസ്റ്റ് ഡോറ് അതിൻ്റെ ബോഡി പാർട്ട് കൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ ഡോറ് മോസ്കിറ്റോ നെറ്റ് വെച്ചാണ്. നമ്മുടെ ചെപ്പാറ ക്യാമ്പിങ്ങിലും മൂന്നാർ ട്രിപ്പിലും സെയിം ടെൻ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ സമയത്ത് നമുക്ക് സ്ലീപ്പിംഗ് മാറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ കിടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ലീപ്പിംഗ് മാറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതൊരു യോഗ മാറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് സൈലന്റ് മാലിയിൽ ആരംഭിച്ച് പട്ടാമ്പി പള്ളിപ്പുറത്ത് ഭാരതപ്പുഴയിൽ ചെന്ന് ചേരുന്ന കുന്തിപ്പുഴ. ഇത് ചെറുപ്പുളശ്ശേരിയിലുള്ള ഹരിയേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടാണ്. സത്യത്തിൽ ഇതൊരു ചെറിയ വിസ്മയമാണ്. ഈ വീടിൻ്റെ ചുമരുകൾ വെറും പച്ചമണ്ണിലാണ് പണിതിരിക്കുന്നത്. പച്ചമണ്ണ് ഉരുളകളാക്കി കട്ടയ്ക്ക് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ വീടിൻ്റെ ചുമരിന് മാത്രമല്ല, മേൽക്കൂരയും ഒരല്പം വ്യത്യസ്തമാണ്. ഇവിടെ ഓട് മേഞ്ഞിരിക്കുന്നത് മരത്തിൻ്റെ മുകളിലല്ല, മറിച്ച് ഇത് ഫെറോ സിമെൻ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ലളിതമായ രീതിയിലുള്ള ഒരു വീടാണിത്. ഈ വീടിന് ബെഡ്റൂമുകളില്ല. ഒരു ഹാളും സിറ്റ് ഔട്ടും ഒപ്പം ചെറിയൊരു കിച്ചണും. ഈ കാണുന്ന വാതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഇത് ഫെറോ സിമെന്റ് സ്ലാബാണ്. വീടിന്റെ പൂമുഖത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ആ കാണുന്നതാണ് പണ്ട് നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി കളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന മല. എനിക്ക് തോന്നുന്നു ഓരോ സൈക്ലിസ്റ്റും നാറാണത്ത് ഭ്രാന്തന്മാരാണ്. ശരിക്കും ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇനി നമ്മുടെ യാത്ര ഒരു നരിമട കാണാനാണ്. നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നരിമടയിലെത്താൻ. പുറമത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നരിമടയുള്ളത്. വഴി വളരെ മോശമായിരുന്നു, പക്ഷേ സ്ലീക്ക് ടയർ ആയിരുന്നിട്ട് കൂടി ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു.
നരിമണയിലെ കാഴ്ചകൾ അങ്ങനെ നീണ്ടുകിടക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും യാത്രാവിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.